ഉറക്കം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷനിൽ തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ രാത്രിയാണ് ഞങ്ങൾ അധികം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് മിക്സ് മിഠായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി. അത് അല്ലെങ്കിൽ ചൂയിങ്കം കഴിക്കും. അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഉറക്കം വരുവാണെങ്കിൽ പറയുക, അതിന്റെ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിന്നാണ്, തൊടുപുഴയാണ് എന്റെ വീട്. പല സമയത്തും 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട്, അത് രാത്രിയാണ്. അപ്പൊ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ AC ഇട്ട് ഉറങ്ങാതിരിക്കുക. അല്ലെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് AC ഇട്ട് രാത്രി വണ്ടിക്കകത്ത് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഗ്ലാസ് താത്തി ഇട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ ഉറങ്ങുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MBD എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലത്തെ? ഞങ്ങൾക്ക് എല്ലാവർക്കും MBD പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാരണം ഞങ്ങൾ ഈ കാശ് കൊടുത്തത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക്കിനായി കളയുന്നത് അല്ലെ, ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. വേറെ ചൂടുള്ളതുകൊണ്ട് പ്രൈവസി പ്രശ്നമുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങൾ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോഡിൽ വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ. ഞാൻ മലബാർ കോളേജിൽ സെക്കൻഡ് BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട്, പക്ഷേ കോളേജിന് പാർക്കിംഗ് സൗകര്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ആ പാർക്കിംഗ് അത് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും കാലിന് ചുവപ്പ് കാണാത്ത പിജോകളുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. തെറ്റിയടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് മേയർ കൂടെ കേൾക്കുന്നത് ഞങ്ങൾ പെറ്റിയടിക്കുന്നില്ല, നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം പഠിക്കുന്നു. നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നാടിന് നല്ല പുത്തൻ സംസ്കാരം ഉണ്ടാട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രസിദ്ധമായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരിവിടെ നിങ്ങളെല്ലാം പോയിപ്പിക്കുകയും ഇത് ശിരസ വഹിക്കും. നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈവക്കാം. കൃത്യം മറുപടിയാണ്. ആസിഫ് പറഞ്ഞ രണ്ട് കാര്യം. ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ. അത് ആസിഫ് ഭയങ്കര വൈഭവം പറയും. ഇത് വലിയ നല്ല ചോദ്യം, എനിക്ക് പറയാൻ മറുപടി വരാൻ ആവേശം, അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാലേ. എന്റെ പേര് ശ്രീചന്ദ്രനാണ്. ഞാൻ ഇവിടെ ബൗൺസർ ക്ലബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ പിന്നെ കാണാൻ പറ്റും അറിയാം. അപ്പം ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിനെ പറ്റിയിട്ട് മേയർ മേഡം പറഞ്ഞു, നമുക്കിവിടെ MIT അല്ലെങ്കിൽ CT100 അങ്ങനത്തെ ഏറ്റവും CC പറഞ്ഞ വണ്ടികളാണ് ലൈസൻസ് 2 വീലറിന് കൊടുക്കുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിൽ അവർ ഓടിക്കുന്ന വണ്ടി RD 350 പറഞ്ഞ വണ്ടിയാണ്. അതൊരു കാലത്ത് റേസിംഗ് ടെസ്റ്റർ ആയിരുന്നു പേര്, പക്ഷേ RD ഫുൾ ഫോം റേസിംഗ് ഡിറൈവ്ഡ് ആണ്. ജാപ്പനീസ് ഒരു വണ്ടിയാണ്. ആ വണ്ടി ഇപ്പോൾ ഒരുപാട് പേര് 8 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ധോണിയുടെ റേസിന് പുറകെ പോകുന്നുണ്ട്. ധോണി തൃശ്ശൂർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഒരു വണ്ടിയും നമ്മൾ ഓടിക്കുന്നതും അച്ഛനും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് 4 സിലിണ്ടറും 6 സിലിണ്ടറും വലിയ വലിയ വണ്ടികളാണ് പിന്നെ കയ്യിൽ വരുന്നത്. അപ്പോൾ യുവാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ